നിമിഷ തമ്പി കേസിൽ വിധി വന്നിരിക്കുകയാണ്. പ്രതിക്ക് ജീവപര്യന്തമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്താണ് വിശദാംശങ്ങൾ? വാഴക്കുളത്ത് ബിരുദ വിദ്യാർത്ഥിനിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് ഇന്നലെ കോടതി കണ്ടെത്തിയിരുന്നു. പറവൂർ കോടതിയാണ് ഇത് കണ്ടെത്തിയത്. നിലവിലിപ്പോൾ ആ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടിയിരിക്കുന്നു. 302 വകുപ്പ് കൊലപാതകത്തിനാണ് ഇപ്പോൾ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടിയിരിക്കുന്നത്. വിവിധ വകുപ്പുകളിലായി ഇരട്ട ജീവപര്യന്തം, 10 വർഷം തടവ് എന്നിങ്ങനെ ഈ പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അത് പല വകുപ്പുകളിലായാണ് വിധിച്ചിട്ടുള്ളത്. അത് ഇങ്ങനെയാണ്: 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 10 വർഷം തടവ്, 7 വർഷം വീതം 2 തടവ്, ഒരു ഇരട്ട ജീവപര്യന്തം എന്നിങ്ങനെ ശിക്ഷ വിധിച്ചിട്ടുണ്ട് ഈ പ്രതിക്ക്. അതായത് ഈ മുഴുവൻ ശിക്ഷയും കൂട്ടി അതിൽ ജീവപര്യന്തം തടവ് ശിക്ഷയായി ഈ പ്രതി അനുഭവിക്കേണ്ടി വരും. ഇതര സംസ്ഥാനക്കാരനാണ് പ്രതി. അതായത് മുർഷിദാബാദ് സ്വദേശി ബിജു മൊല്ല, 44 വയസ്സാണ്. ഇയാളാണ് ഈ വാഴക്കുളത്ത് ബിരുദ വിദ്യാർത്ഥിനിയായ നിമിഷ തമ്പിയെ കൊലപ്പെടുത്തുകയുണ്ടായത്. മുർഷിദാബാദ് സ്വദേശിക്കെതിരെ ഈ ശിക്ഷ വിധിച്ചിട്ടുള്ളത് പറവൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ്. പറവൂർ അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജ്യോതിയാണ് ഇയാൾക്ക് ഇപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷ കൊലപാതകത്തിന് വിധിച്ചത്. 2018 ജൂലൈ 30-നാണ് സംഭവം നടക്കുന്നത്. തടിയിട്ടപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അമ്പുനാട് അന്തിനാട് നിമിഷ തമ്പിയെയാണ് മോഷണ ശ്രമത്തിനിടെ പ്രതി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ഈ ക്രൂരമായ കൊലപാതകത്തിന് ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ശിക്ഷ വിധിച്ചിരിക്കുന്നു. പറവൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്. എല്ലാ ശിക്ഷയും പ്രതി ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും. അതായത് ജീവപര്യന്തം തടവ് ശിക്ഷ ഈ പ്രതിക്ക് അനുഭവിക്കണം. ശരി, ഇപ്പോൾ കോടതിക്ക് മുന്നിൽ നിന്ന് എസ് ശ്യാംകുമാറും തത്സമയം ചേരുകയാണ്. ശ്യാംകുമാർ, എന്തൊക്കെയാണ് കോടതിയിൽ നടന്നത്? എന്തൊക്കെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്? വേണു, കോടതി വിധി പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞത് പ്രതിക്കെതിരെ ചുമത്തിയിരുന്ന എല്ലാ വകുപ്പുകളും കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രതി ദയയ്ക്ക് അർഹനല്ല. കാരണം സ്വന്തം വല്യച്ഛനെയും വല്യമ്മച്ചെയും, അതായത് മുതിർന്ന 2 പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ, മോഷണ ശ്രമത്തിനിടെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് നിമിഷയെ പ്രതി കൊലപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ദയ എന്ന് പറയുന്ന കാര്യം പ്രതി അർഹനല്ല എന്നുള്ളതാണ്. പ്രതിക്കെതിരായിട്ട് 2 ജീവപര്യന്തം തടവുകളാണ് കോടതി വിധിച്ചിരിക്കുന്നത്. 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവ് വിധിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഒരു ജീവപര്യന്തം കൂടി പ്രതിക്കെതിരെ വിധിച്ചിരിക്കുന്നു. 10 വർഷം കഠിന തടവ്, മുറിവേൽപ്പിക്കുന്നതിനും മറ്റ് ഹർട്ടിനും ഉൾപ്പെടെ വിധിച്ചിരിക്കുന്നു. 7 വർഷത്തെ തടവ് 2 കുറ്റകൃത്യങ്ങൾക്ക്, മോഷണ ശ്രമത്തിനുൾപ്പെടെയുള്ള 2 കുറ്റകൃത്യങ്ങൾക്ക് വിധിക്കുകയും ചെയ്തിരിക്കുന്നു. 3.5 ലക്ഷം രൂപ വീതം 2 പിഴ പ്രതി അടയ്ക്കണം. ഈ പിഴ അടച്ചില്ലെങ്കിൽ പ്രതി വീണ്ടും ഓരോ വർഷം കൂടി ജയിൽ ശിക്ഷ അനുഭവിക്കുകയും വേണം. പ്രതിയെ നേരിട്ട് കോടതിയിൽ എത്തിച്ചു തന്നെയാണ് ഇന്ന് ശിക്ഷാവിധി കേൾപ്പിച്ചത്. ഇന്നലെ പ്രതിയെ ഓൺലൈനിൽ ഹാജരാക്കിയപ്പോൾ ഇന്ന് ശിക്ഷാവിധി കേൾക്കാൻ പ്രതിയെ കോടതിയിൽ എത്തിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബിജു മൊല്ലയെ കോടതിയിൽ എത്തിച്ചിരുന്നത്. പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചത് പ്രതിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ്. ഏതായാലും ശിക്ഷാവിധിക്ക് ശേഷം പ്രതി ഇപ്പോൾ അവിടെയുണ്ട്. ഇരട്ട ജീവപര്യന്തം എന്ന് പറയുന്നത് സ്വാഭാവികമായും ജീവിതകാലം മുഴുവൻ ബിജു മൊല്ല ജയിലിൽ കിടക്കാനുള്ള സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. 44 വയസ്സ് പ്രായമുള്ള പ്രതിക്ക് ഇരട്ട ജീവപര്യന്ത കാലം ഒരുപക്ഷെ ജീവിത അവസാനം വരെ ജയിലിൽ കിടക്കാനുള്ള ഒരു ശിക്ഷാവിധിയായി തീരും. മറ്റു വകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷ കൂടിയുണ്ട്. പക്ഷേ ജീവപര്യന്തമായതിനാൽ ആ വകുപ്പുകളാവും ജീവപര്യന്ത ശിക്ഷയാകും നിലനിൽക്കുക. ഏതായാലും കോടതി വിധി പറഞ്ഞിരിക്കുന്നു. നിമിഷ തമ്പി കൊലക്കേസിൽ പ്രതി ബിജു മുല്ലയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു പറവൂർ അഡീഷണൽ സെഷൻസ് കോടതി. ശ്യാംകുമാർ, പ്രോസിക്യൂഷനെയും പോലീസിനെ സംബന്ധിച്ച് വലിയ നേട്ടമല്ലേ? തീർച്ചയായും. കാരണം പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. കാരണം ഒരു കോളേജ് വിദ്യാർത്ഥിനി കൊല ചെയ്യപ്പെട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ശാസ്ത്രീയ തെളിവുകളടക്കം, പ്രത്യേകിച്ച് അവിടെ നിന്ന് കിട്ടാവുന്ന തെളിവുകളടക്കം ശേഖരിച്ച് കൊണ്ടുവരികയും വിചാരണ ഘട്ടത്തിൽ ആ തെളിവുകൾ ഓരോന്നും പ്രതിക്ക് പ്രതികൂലമാകുന്ന രീതിയിൽ തന്നെ കോടതിയിൽ വാദം നടത്തുകയും അത് കോടതിയെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാനും സാധിച്ചു. അതുതന്നെയാണ് പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ വധശിക്ഷയായിരുന്നെങ്കിൽ പ്രതിക്ക് അപ്പീൽ പോകാനും മറ്റും വലിയ അവസരങ്ങൾ ഉണ്ടാകുമായിരുന്നു. ശിക്ഷാവിധി നടപ്പാക്കുന്നത് നീട്ടിവെക്കുമായിരുന്നു. ഇത് ഇരട്ട ജീവപര്യന്തം എന്ന് പറയുന്ന പ്രതിഭാഗത്തിന്, പ്രോസിക്യൂഷന് വലിയ നേട്ടമാണ്. കാരണം പ്രതി അപ്പീൽ പോകുമ്പോൾ പോലും ഇരട്ട ജീവപര്യന്തം ഉൾപ്പെടെയുള്ള കേസുകളിൽ, ഇത്തരം കേസുകളിൽ പ്രതിക്ക് അനുകൂലമായ ഒരു വിധി മേൽക്കോടതികളിൽ നിന്നുണ്ടാകുന്നത് വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഇരട്ട ജീവപര്യന്തം പ്രതിയുടെ ജീവിതാവസാനം വരെ പ്രതി ജയിലിൽ കഴിയാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ നൽകുന്ന സൂചന. അല്പസമയത്തിനകം പ്രോസിക്യൂട്ടർ കോടതിയിൽ നിന്ന് നടപടികൾ പൂർത്തിയാക്കി പുറത്തുവരും. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും വലിയൊരു ശിക്ഷാവിധി തന്നെ നൽകിയിരിക്കുന്നു. ബിജു മൊല്ലയ്ക്ക് ഇരട്ട
ഇരട്ട ജീവപര്യന്തവും 10 വർഷം കഠിന തടവും 7 വർഷം കഠിന തടവും നൽകിയിരിക്കുന്നു. അതിന് പുറമെയാണ് 7 ലക്ഷം രൂപ 3.5 ലക്ഷം രൂപ വെച്ച് 2 പിഴശിക്ഷയും കോടതി നൽകിയിരിക്കുന്നത്. ഈ ശിക്ഷാവിധി കോടതി അല്പസമയം മുമ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2018 നിമിഷ തമ്പിയെ വീട്ടിൽ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. അന്ന് മോഷണശ്രമം തടയുന്നതിനിടെ, അതായത് തൻ്റെ വലിയച്ഛൻ്റെയും വലിയമ്മച്ചിയെയും പ്രതി തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിമിഷ തമ്പി എന്ന ബിരുദ വിദ്യാർത്ഥിനിയെ പ്രതി കൊന്നുകളഞ്ഞത്. കഴുത്ത് മുറിച്ചായിരുന്നു ആ കൊലപാതകം നടന്നത്. അതിനുശേഷം പ്രതിയെ പോലീസ് പിടികൂടി. പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി, പ്രത്യേക സംഘം അന്വേഷണം നടത്തി തെളിവുകളെല്ലാം ശേഖരിച്ചു. ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളും എല്ലാം കോടതിക്ക് മുന്നിൽ വളരെ വ്യക്തമായി തന്നെ അവതരിപ്പിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് വിചാരണ ഘട്ടത്തിൽ ഒരിക്കൽ പോലും പ്രതിക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയാതിരുന്നത്. ഒടുവിൽ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. ആ നരാധമന് കോടതി 2 ജീവപര്യന്തം തടവുകൾ വിധിച്ചിരിക്കുന്നു. അതിനു പുറമെ 10 വർഷം തടവും 7 വർഷം തടവും വിധിച്ചിരിക്കുന്നു. ഏതായാലും ജീവിതകാലം മുഴുവൻ ബിജു മൊല്ല എന്ന ആ കൊലപാതകിക്ക് ഇനി ജയിലിൽ കഴിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. കോടതിയുടെ ശിക്ഷാവിധി അല്പസമയം മുമ്പാണ് പറവൂർ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഉണ്ടായത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പ്രോസിക്യൂട്ടർ അല്പസമയത്തിനകം വിശദീകരിക്കും. ഏതായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ ഒരു ശിക്ഷാവിധി തന്നെയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ശ്യാംകുമാർ, ഈ നിമിഷ തമ്പിയുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും വിധി കേൾക്കാനുണ്ടായിരുന്നോ? ആരുടെയെങ്കിലും പ്രതികരണം അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിലവിൽ നിമിഷയുടെ കുടുംബാംഗങ്ങൾ ഇവിടെ കോടതിയിൽ എത്തിയിട്ടില്ല. പക്ഷേ ശിക്ഷാവിധിക്ക് പിന്നാലെ അവരും ഇവിടെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ അറിയിക്കുന്നത്. ഏതായാലും അവർ ഈ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ പ്രതികരണം കൂടി നമുക്ക് തേടാവുന്നതാണ്. ശിക്ഷാവിധിയിൽ തൃപ്തിയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുടുംബാംഗങ്ങൾ പറയണം. ഈ ശിക്ഷ കൂടുതൽ വേണോ എന്നുള്ള കാര്യത്തിൽ അപ്പീൽ പോകുമോ എന്നുള്ള വിഷയത്തിൽ ഉൾപ്പെടെ കുടുംബാംഗങ്ങളുടെ പ്രതികരണം തേടാം. ഏതായാലും പ്രോസിക്യൂഷൻ പറയുന്നത് ഈ ശിക്ഷ വളരെ വലുതാണ്, അതുകൊണ്ട് തന്നെ ശിക്ഷ പ്രതി അർഹിക്കുന്നതാണ്. അത്തരത്തിലൊരു ശിക്ഷ തന്നെ കോടതി നൽകി. മാതൃകാപരമായ ശിക്ഷ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഏതായാലും പ്രതി ഇപ്പോൾ കോടതിയിലുണ്ട്. പ്രതിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ശിക്ഷാവിധി പറവൂർ അഡീഷണൽ സെഷൻസ് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തം തടവ് പ്രതിക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. അല്പസമയത്തിനകം വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും. അപ്പോഴേക്കും പ്രോസിക്യൂട്ടർ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യും. ഏതായാലും വലിയൊരു ശിക്ഷ. ഒരു ബിരുദ വിദ്യാർത്ഥിനിയെ മോഷണ ശ്രമത്തിനിടെ അത് തടയാൻ ശ്രമിച്ചതിന് കഴുത്തു മുറിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മുർഷിദാബാദ് സ്വദേശി ബിജു മൊല്ലയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ പറവൂർ അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. കോടതി ശിക്ഷാവിധി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. എസ് ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ബിരുദ വിദ്യാർത്ഥിനി നിമിഷ തമ്പിയെ മോഷണ ശ്രമത്തിനിടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ബിജു മൊല്ലയ്ക്ക് ഇരട്ട ജീവപര്യന്തമടക്കമുള്ള ശിക്ഷയാണ് പറവൂർ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്.